മുഹമ്മദ് റിയാസുമായിട്ടുണ്ടായ ചില വ്യക്തമായ അഭിപ്രായ ഭിന്നതയാണ് കാരാട്ട് റസാക്കിനെ വീണ്ടും തിരിച്ച് ലീഗിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്നുള്ളൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കാരാട്ട് റസാക്കിന്റെ ചൂടുമാറ്റം കൊടുവള്ളിയിലും പരിസരത്തൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിൽ വിമതന്മാരെയും അതുപോലെ തന്നെ ലീഗ് വിമതന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സീറ്റ് കൊടുക്കുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്ത് ഉള്ള പരീക്ഷണം CPM കുറച്ചു കാലമായി തുടങ്ങി. PV അൻവർ നിലമ്പൂരിൽ കൊടുത്ത അടി എന്ന് പറയുന്നത് CPMന് മറ്റൊരു പാർട്ടി ആയിരുന്നെങ്കിൽ പിടിച്ചേക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രഹരമായിരുന്നു കൊടുത്തത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM ഇതുപോലെ സ്വന്തമായി കൊണ്ടുവന്ന പലരും പിന്നീട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, PV അൻവർ LDF വിടുന്ന സമയത്ത് തന്നെ PV അൻവറിനോടൊപ്പം പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളാണ് ഈ കാരാട്ട് റസാക്ക്. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് തിരിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൂടണഞ്ഞു. കാരാട്ട് റസാക്കിന്റെ വരവോടുകൂടി UDF വളരെ വലിയൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി പോവുകയാണ്. കോഴിക്കോട് എന്നൊക്കെയുള്ള ഒരു വലിയ അവകാശവാദങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു കാരാട്ട് റസാക്കിന്റെ ഒരു ചൂടുമാറ്റത്തെ? ഈ കാരാട്ട് റസാക്കിന്റെ ചൂടുമാറ്റം കൊടുവള്ളിയിലും പരിസരത്തൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മളിൽ കാണേണ്ടത് CPM ഇത്തരത്തിലുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് ആളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഇത് ഈ മങ്കടയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? മങ്കടയിൽ ഒരു ലീഗുകാരൻ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം സ്വന്തമായി അവിടെ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ വിമത സ്ഥാനാർത്ഥിയെ പോയി CPM പിന്തുണച്ചിരിക്കുന്നു. കാലാകാലമായി ഓരോ വിമതന്മാരെ ഈ കോൺഗ്രസിൽ വിമതന്മാരെയും അതുപോലെ തന്നെ ലീഗ് വിമതന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സീറ്റ് കൊടുക്കുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്ത് ഉള്ള പരീക്ഷണം CPM കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. അത് KT ജലീലിൻ്റെ കാര്യത്തിലായാലും ശരി, PV അൻവറിൻ്റെ കാര്യത്തിൽ ശരി, അബ്ദുറഹിമാൻ, അങ്ങനെ കുറേ ആളുകൾ ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്, അവരുടെ നിന്ന് പോയ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് കാരാട്ട് റസാക്ക് എന്ന് പറയുന്നത് അവിടെ വലിയ നേതാവൊന്നും ആയിരുന്നില്ല. കാരാട്ട് റസാക്കിനെ ആളുകൾ അറിഞ്ഞത് തന്നെ CPM അദ്ദേഹത്തിനെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട്. അപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നൊരു വിഷയം കഴിഞ്ഞ ടേമിൽ അദ്ദേഹത്തെ അവിടെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. CPM തോൽപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ ആരോപണം എത്രത്തോളം തിരിച്ചടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ വരുന്ന ആളുകളൊക്കെ തിരിച്ചടി ഉണ്ടാകും എന്നാണ് നമ്മളിൽ കാണേണ്ടത്. ഇപ്പം മങ്കടയിൽ CPM സ്വന്തമായി വന്ന ഇപ്പം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണോ എന്ന് ഒരു അവിടുത്തെ LDFന്റെ വോട്ടർമാർ ഒന്ന് കൂടി ആലോചിക്കും എന്നുള്ളതാണ്. കാരണം PV അൻവർ നിലമ്പൂരിൽ കൊടുത്ത അടി എന്ന് പറയുന്നത് CPMന് മറ്റൊരു പാർട്ടി ആയിരുന്നെങ്കിൽ പിടിച്ചേക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രഹരമായിരുന്നു കൊടുത്തത്. കാരണം ആദ്യം വളരെ ചെറിയ മട്ടത്തിൽ തുടങ്ങി പിന്നീട് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനൊക്കെ നിലംപരിശാക്കുന്ന രീതിയിലുള്ള ആരോപണമായിട്ടാണ് PV അൻവർ രംഗത്ത് വന്നത്. പിന്നീട് നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം അവിടെ മത്സരിച്ചെങ്കിൽ പോലും അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അത് സഹായകമായി എന്നുകൂടി നമ്മൾ കാണണം. അങ്ങനെ അവിടെ സ്വരാജ് തോൽക്കുന്നൊക്കെ. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുമ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുകയും സ്ഥാനാർത്ഥിയാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി CPM പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കാരാട്ട് റസാക്കിൻ്റെ ഗർഭാപസി നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയോടുകൂടി ലീഗ് കൂടുതൽ ശക്തിപ്പെട്ടു എന്നാണ് ഇന്ന് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പോയപ്പോൾ ലീഗ് വളരെ ദുർബലമായി എന്നും കൂടിയാണല്ലോ അതിനർത്ഥമുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രയോഗം തന്നെ ആലങ്കാരികമായിട്ട് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ പാർട്ടി വിട്ടുപോയാൽ തിരിച്ച് പാർട്ടിയിലേക്ക് വരുന്നത് UDF സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ആവേശം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതായത് PV അൻവർ പാർട്ടി വിടുന്ന സമയത്ത് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ കാരാട്ട് അദ്ദേഹം അനുകൂലമായ ചില പ്രസ്താവനകളാണ് നടത്തി. തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ കാണേണ്ട വേറൊരു സംഭവം കൂടിയുണ്ട് സിബി. അതുകൂടി ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്, എൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിച്ചിരുന്നത് അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അവഗണന നേരിടാനുള്ള കാരണം മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസുമായിട്ടുണ്ടായ ചില വ്യക്തമായ അഭിപ്രായ ഭിന്നതയാണ് കാരാട്ട് റസാക്കിനെ വീണ്ടും തിരിച്ച് ലീഗിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്നുള്ളൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് ഏറ്റവും വലിയ രൂക്ഷമായ മത്സരം നടക്കുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ അതേ ജില്ലക്കാരനായ കാരാട്ട് റസാക്ക്, അതായത് കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലവും ഈ ഇദ്ദേഹം മത്സരിക്കുന്ന ബേപ്പൂരും തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല. ഒരേ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഈ ഒരേ ജില്ലയിൽപ്പെട്ട 2 മണ്ഡലങ്ങളിലുള്ള നേതാക്കന്മാർ തമ്മിലുണ്ടായ പോരാട്ടവും ഒരാൾ തിരിച്ച് മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കുന്നു കൂടിയാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. കാരണം ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. കാരണം എനിക്ക് ഇപ്പോൾ ഒരു കാരാട്ട് റസാക്ക് ഒരു ഇലക്ഷനോടനുബന്ധിച്ച്
ഒരു പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ ആരോപണങ്ങൾ അദ്ദേഹം പറയുന്നത് എന്താണ്? കാരണം കൊടുവള്ളിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തനിക്ക് ആ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള പല ആളുകളും തടസ്സം സൃഷ്ടിക്കുന്നു. തന്നെ തോൽപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റസാഖ് തോറ്റുപോകാനായിട്ടുള്ള കാരണം ചില CPM നേതാക്കന്മാരാണ് എന്നൊക്കെയുള്ള ചില വളരെ ബാലിശമായ ചില ആരോപണങ്ങൾ എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളതിന്. കാരണം അതല്ലെങ്കിൽ കഴിഞ്ഞ 2021 നടന്ന ഒരു സംഭവത്തിന് ശേഷം 2026 ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കേണ്ടത്. ഇപ്പൊ 2021 അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് 2021 തന്നെ രാഷ്ട്രീയ ആരോപണമായിട്ട് വരണമായിരുന്നു. CPM നേതാക്കന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ള നേതാക്കന്മാർ തന്നെയാണ് തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ളതെന്ന്. പക്ഷെ അന്നൊന്നും ഒരു ആരോപണം ഉന്നയിക്കാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനത്തെ ഒരു മുസ്ലിം ലീഗിലേക്ക് മാറുന്ന ഒരു ചുവടുമാറ്റം, ആ ചുവടുമാറ്റത്തെ ഒരു നിലപാടില്ലായ്മ ആയിട്ട് കൂടി കാണേണ്ടി വരും. നമ്മൾ ഇതിൽ കാണണ്ടേ, ഇപ്പൊ ഈ അദ്ദേഹം സീറ്റ് നിഷേധിച്ചപ്പോൾ ലീഗ് വിട്ട് പിന്നെ CPM സ്വന്തമായിട്ട് മത്സരിക്കുന്നതും ജയിക്കുന്നതും പിന്നീട് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു, തോറ്റുപോകുന്നു. ഈ അവഗണന നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സമയത്ത് വീണ്ടും മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടെ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. അദ്ദേഹം ഒരു 2 മാസം മുന്നേ വരെ ലീഗിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രാധാന്യം ലഭിക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ആർക്കും ബാർഗെയിൻ ചെയ്യാനുള്ള പവർ ഉണ്ടാവും. ഞാനൂല് പോലും വിഷം ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പ്. PV അൻവർ കലാപം ഉണ്ടാക്കിയ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് പോകാൻ തയ്യാറായി നിന്ന ആളാണ് കാരാട്ട് റസാഖ് എന്ന സംശയമില്ല. അന്ന് KT ജലീൽ, കാരാട്ട് റസാഖ്, അതുപോലെ തന്നെ PV അൻവർ, ഈ ത്രയങ്ങളായിരുന്നു ഒരു നീക്കം നടത്തിയത് എന്നുള്ളതാണ്. പിന്നീട് KT ജലീലിനെ CPM നേതൃത്വം പെട്ടെന്ന് തന്നെ വാൺ ചെയ്യും, അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നെ ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചത് അതുകൊണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മിനിസ്ട്രിയിൽ മന്ത്രിയാവണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു KT ജലീൽ. പക്ഷെ KT ജലീലിനെ മന്ത്രിയാക്കിയില്ല. അതിന്റെ ഒരു വലിയ മാനസിക സംഘർഷം അദ്ദേഹം ഈ LDF-ൽ നിന്നുകൊണ്ട് അനുഭവിച്ചിരുന്നു. അദ്ദേഹം വീണ്ടും ഇത്തവണ മത്സരിക്കുന്നു. ഇത്തവണ മത്സരിച്ച് വിജയിച്ചാൽ തീർച്ചയായും അദ്ദേഹം വീണ്ടും മന്ത്രിയാവും, ഒരു സംശയം വേണ്ട. കാരണം എന്താ അറിയുമോ, അബ്ദുറഹിമാനാണ് ഇപ്പം മലപ്പുറത്ത് നിന്നുള്ള മന്ത്രി. അബ്ദുറഹിമാനും പാർട്ടി നേതൃത്വം തമ്മിൽ പൂർണ്ണമായി അകന്നിരിക്കുന്നു എന്നും കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് പോലും അദ്ദേഹം അവിടെ മത്സരരംഗത്ത് ഇറങ്ങാൻ തയ്യാറായില്ല. മണ്ഡലം മാറ്റിത്തരണം എന്ന് പറഞ്ഞ് CPM ചേർത്തത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം മത്സരരംഗത്തേക്ക് പിന്നെ ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാവുകയും അദ്ദേഹം വീട്ടിൽ നിൽക്കുകയും അവസാനം പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് തിരൂരിലേക്ക് മാറ്റാൻ വേണ്ടിയൊക്കെ തയ്യാറാവുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചില ഈ സ്വതന്ത്രന്മാർ പിന്നീട് വല്ലാത്ത തരത്തിലുള്ള അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുകയും അവർ സ്വന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നത് പാർട്ടിക്ക്, മുന്നണിക്ക് വലിയ ദോഷം ചെയ്യുന്നു ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഇടതുപക്ഷത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്വതന്ത്രന്മാരെല്ലാവരും പിന്നീട് ഈ മുന്നണികൾക്ക് വേലി കിടന്ന പാമ്പിനടുത്ത് തോളത്തിടുന്ന മാതിരത്തെ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിൽ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നല്ലോ നമ്മളെ പിന്നീട് കേന്ദ്രമന്ത്രിയൊക്കെ ആയ അൽഫോൻസ് കണ്ണന്താനം മത്സരിക്കുന്നു. അൽഫോൻസ് കണ്ണന്താനം എന്താ ചെയ്തത്? 4.25 വർഷമായിരുന്ന സമയത്താണ് പുള്ളി അദ്ദേഹം MLA സ്ഥാനം, LDF-ന്റെ MLA സ്ഥാനം രാജിവെച്ചിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ച ആള് നേരെ രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയം സേവകനായി പോവുകയും പിന്നീട് BJP-ന്റെ പിന്നെ മിനിസ്ട്രിയിലൊക്കെ അംഗമാവുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പൊ ഇങ്ങനെ എത്ര ചരിത്രത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM ഇതുപോലെ സ്വതന്ത്രമായി കൊണ്ടുവന്ന പലരും പിന്നീട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത്. അപ്പോൾ പക്ഷേ ഇപ്പോഴും അത് തുടരുകയാണ്. ഇത്രയൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടും ഇതിൽ നിന്നും തിരിച്ചറിവ് ഉണ്ടാവുന്നില്ല ഈ പാർട്ടിക്ക് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പാർട്ടി നേതൃത്വം ശരിക്കും പരിശോധിക്കപ്പെടണം. ഒരാവേശത്തിൽ ഒട്ടും ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കാതെ, അല്ല അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പഠിക്കാതെ നേരെ പോയി പിന്തുണയ്ക്കുക, അവരെ കൂടെ കൂട്ടുകയൊക്കെ ചെയ്തിട്ട് ഇപ്പം PV അൻവറിനെ പോലെ പിന്നീട് വലിയ പ്രഹരം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ വിഷയത്തിലും കാരാട്ട് റസാഖ് വിഷയത്തിലും പാർട്ടി നേതൃത്വം ഒരു പുനരാലോചന നടത്തേണ്ടതുണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്ന് വലിയ നേതാക്കന്മാരാക്കി MLA ഒക്കെ ആക്കിയതിന് ശേഷം അവർ വീണ്ടും തിരിച്ചുപോയി വലിയ രീതിയിലുള്ള ശത്രുത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇവിടെ സ്ഥാനാർത്ഥിക്ക് എന്താ ഇത്ര പഞ്ഞുണ്ടോ? CPM പോലുള്ള ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ ഏത് സ്ഥലത്തും നിർത്താൻ പറ്റുന്ന പ്രാപ്തരായ അണികളില്ലേ? അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു ആവേശത്തിൽ സ്വതന്ത്രരായി മാറുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ വിമതരായി മാറുന്ന ആളുകളെ പിടിച്ച് പെട്ടെന്ന് തന്നെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്ന ഈ പ്രവണത അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് ഏത് പാർട്ടിയാലും അവസാനിപ്പിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.